ബേസിക്കലി GCC എക്സാംസ് എന്ന് പറയുന്നത് ബേസിക്കലി 6 രാജ്യങ്ങളിലേക്കുള്ള ഒരു ലൈസൻഷ്യർ എക്സാം ആണ്. ഇപ്പൊ നമുക്ക് അപ്പൊ അത് വെറുതെ നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെ എക്സാം എഴുതാതെ ജസ്റ്റ് ആ രീതി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് പോഡ്കാസ്റ്റ്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വിദേശ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യണം അല്ലെങ്കിൽ അവിടെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഏതൊക്കെ കൺട്രീസ് ആണ് ഉള്ളത്, ഏതൊക്കെ കൺസേൺസ് എക്സാം ആണ് അവിടെ ഉള്ളതെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇന്ന് പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് GCC കൺട്രീസും അവിടെയുള്ള ലൈസൻഷ്യർ എക്സാമിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എജൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ഷൈൻ സാറാണ്. സാർ, വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗൾഫ് കൺട്രീസിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അവിടെ കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ കുട്ടികളായിരിക്കാം, അവർക്ക് എന്താണ് ബേസിക്കലി GCC എക്സാം എന്ന് അറിയാൻ താല്പര്യം ഉണ്ടാകും. അതുപോലെ ഏതൊക്കെ കൺട്രീസിലാണ് ഏതൊക്കെ കൺസേൺഡ് എക്സാം നടത്തുന്നതെന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു. അപ്പോൾ ബേസിക്കലി നമുക്ക് GCC കൺട്രീസ് എന്ന് വെച്ചാൽ ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ എന്നാണ് പറയുക. സോ ഞാനൊക്കെ പഠിക്കുമ്പോഴും എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ഇതുപോലെ ആയിരുന്നു. അവർക്കൊക്കെ അബ്രോഡ് പോകുന്ന അങ്ങനെ ആ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരുന്നു അവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും അവർക്കും പലർക്കും ഒക്കെ അബ്രോഡ് കരിയർ സ്വപ്നം കണ്ടിട്ടാണ് അവർ നഴ്സിംഗിന് വന്നത് തന്നെ പുറത്തു പോകാനാണ്. അപ്പം ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിയുന്നത്. ബേസിക്കലി GCC എക്സാംസ് എന്ന് പറയുന്നത് ബേസിക്കലി 6 രാജ്യങ്ങളിലേക്കുള്ള ഒരു ലൈസൻഷ്യർ എക്സാം ആണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ KNMCയിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് പോലെ പുറത്തേക്കുള്ള ഓരോ കൺസേൺഡ് രാജ്യത്ത് പോകണമെങ്കിൽ അവിടുത്തെ ലൈസൻഷ്യർ എക്സാം പാസ്സാകണം. ബേസിക്കലി ഈ GCC കൺട്രീസ് എന്ന് പറയുന്നത് 6 രാജ്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് സൗദി അറേബ്യ, പിന്നെ ബഹ്റിൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, പിന്നെ UAE. അപ്പൊ ഈ രീതിയിൽ 6 രാജ്യങ്ങളാണ് വരിക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തേക്കും പോകാൻ ഓരോ തരത്തിലുള്ള എക്സാംസ് ആണ് അവർക്ക് പാസ്സാകേണ്ടതായിട്ട് വരിക. സോ നമുക്ക് ബേസിക്കലി ഇപ്പൊ സൗദി അറേബ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗദിയുടെ എക്സാം എന്ന് പറയുന്നത് സൗദി പ്രോമെട്രി എക്സാം എന്നാണ് പറയുക. ഇപ്പം UAE-യിലാണെങ്കിൽ അവിടെ ബേസിക്കലി ദുബായ് ഉണ്ട്, അതുപോലെ തന്നെ അബുദാബി, ഇങ്ങനെ പല എമിറേറ്റ്സ് വരുന്നുണ്ട്. അപ്പം ദുബായ് ആണെങ്കിൽ DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം പാസ്സാകേണ്ടതായിട്ട് വരും. അബുദാബി ആണെങ്കിൽ നേരത്തെ ഹാദ് എക്സാം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അത് DOH ലൈക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് എക്സാം ആണ് ഇപ്പം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു എക്സാം പാസ്സാകേണ്ടതായിട്ട് വരും. അതേസമയം ഖത്തർ ആണെങ്കിൽ ഖത്തർ പ്രോമെട്രിക് എക്സാം പാസ്സാകണം. അതുപോലെ തന്നെ ഒമാൻ ആണെങ്കിൽ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാം ആണ് ഒമാനിലേക്ക് പോകാൻ പാസ്സാകേണ്ടതായിട്ടുള്ളത്. കുവൈറ്റ് ആണെങ്കിൽ പ്രോമെട്രിക് എക്സാം ആണ്. അതുപോലെ ബഹ്റൈൻ ആണെങ്കിൽ NHRA അതായത് നാഷണൽ ഹെൽത്ത് രജിസ്ട്രേഷൻ അതോറിറ്റി എക്സാം ആണ് പാസ്സാകേണ്ടതായിട്ടുള്ളത്. ഇതാണ് ബേസിക്കലി രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 രാജ്യങ്ങളാണ് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള ലൈസൻഷ്യർ എക്സാംസ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എക്സാംസോ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസോ പോലെ ആയിരിക്കത്തില്ല പുറത്തോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ള GCC എക്സാംസ് എന്ന് പറയുന്നത് എക്സാം പാറ്റേണിലാണെങ്കിലും എക്സാം ഡ്യൂറേഷനിലാണെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് അതെന്നുള്ളത്, അതായത് എന്ത് ടൈപ്പ് ഓഫ് എക്സാം ആണ് ബേസിക്കലി ഇതൊരു ലൈസൻഷ്യർ എക്സാം ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം, നമ്മളൊക്കെ കുട്ടികളൊക്കെ ഗ്രാജുവേഷനൊക്കെ പാസ്സായ കുട്ടികളായിരിക്കും, അതായത് നഴ്സിംഗ് ഒക്കെ പഠിച്ച് എക്സാം ഒക്കെ പാസ്സായ കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് അത്യാവശ്യം തിയറി നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആസ്പെക്ട് ആയിട്ടുള്ള നോളജ് ആണ് അവർ പരിശോധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. അതുകൂടാതെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ നിയമങ്ങളും വേറെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗൽ ആസ്പെക്ട്സ് അതുകൂടാതെ എത്തിക്കൽ ആസ്പെക്ട്സ് ഓരോ രാജ്യങ്ങൾക്കും വേറെ വേറെ ആയിരിക്കും വരിക. സോ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. സോ ബേസിക്കലി നമ്മളിപ്പോ ജസ്റ്റ് ഒരു 4 വർഷം നഴ്സിംഗ് പഠിച്ചു, അതിനുശേഷം നമ്മൾ പോയിട്ട് ഒരു എക്സാം എഴുതി പാസ്സാകുന്നതിനേക്കാളും നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുക, അത് പ്രാക്ടീസ് ചെയ്യുക, ആ രീതിയിൽ ട്രെയിനിങ് എടുക്കുക. അതുകൂടാതെ ഓരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, സോ ആ രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എക്സാംസ് പാസ്സാകാനായിട്ട് കഴിയും. കാരണം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ച് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് അതെ. ഇവിടെ ബേസിക്കലി ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരിക. ഇപ്പൊ നമ്മൾ NCLEX-R കുറിച്ച് പറയുവാണെങ്കിൽ അത് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. അതേസമയം ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ വഴിയായിരിക്കും നമ്മുടെ നോളജോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്കില്ലോ ഒക്കെ അവർ പരിശോധിക്കാം. ഇപ്പൊ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ 4 വർഷം അല്ലെങ്കിൽ 3.5 വർഷം കൊണ്ട് പഠിച്ച തിയറി നോളജ് അല്ലെങ്കിൽ തിയറി മാത്രം ബേസ് ഉള്ള ഒരാൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ
കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും അതെ. കാരണം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ സിനാറിയോ ബേസ്ഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യന്റെ കൺക്ലൂഷനിലോട്ട് എത്താൻ നമുക്ക് തിയറി മാത്രം പോരാ. യെസ് അതെ. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ വർക്കൗട്ട് ചെയ്യണം. എന്താണ് ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ അവർ എടുക്കേണ്ട സ്ട്രാറ്റജി? ബേസിക്കലി ഇപ്പം നമ്മളൊരു സ്റ്റുഡന്റ് മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് എക്സാമിന്റെ ഡേറ്റ് എടുക്കണം, ഡേറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൂടാതെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചിലവ് വരും. ഒരു 20,000 മുതൽ 30,000 രൂപ വരെ ചിലവ് വരുന്ന ഒരു പ്രോസസ്സാണത്. അപ്പോൾ അത് വെറുതെ നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെ എക്സാം എഴുതാതെ ജസ്റ്റ് ആ രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് അതായത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ വായിക്കുമ്പം അതിൽ ഏതെങ്കിലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കീ പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കുറ്റം അന്വേഷിക്കുമ്പോൾ ആ കുറ്റവാളി തന്നെ അവിടെ ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നു പറയുന്ന പോലെ നമ്മുടെ ക്വസ്റ്റ്യൻസിലും കൃത്യമായിട്ടൊരു ക്ലൂ ഉണ്ടാവും. സോ ആ ക്ലൂ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ശരിക്കും ഈ ഒരു എക്സാമിന്റെ ചലഞ്ചാണ്. അപ്പൊ അതിന് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയുള്ള പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സാം പാസ്സാകാം എന്നുള്ളതേ ഉള്ളൂ. സർ, ഏതൊരു കോമ്പറ്റേറ്റീവ് ടൈപ്പ് എക്സാം ആണെങ്കിലും സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു GCC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായിട്ട് എക്സാമിന് കണ്ടുവരാറുള്ളത്? ഏതൊക്കെ പോർഷൻസ് നമ്മൾ പ്രിഫർ ചെയ്ത് പഠിക്കണം? അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട്സ് നമ്മൾ മുൻഗണന കൊടുത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായും അതെ. ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ പറയുന്നതാണ്. അതായത് ഒരു എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതൊക്കെ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ GCC എക്സാംസിന് സാധാരണ അവർ കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ്, നമ്മൾ സാധാരണ നമ്മുടെ ഇവിടെ ഒക്കെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയും. സോ അവിടെ നമ്മൾ പറയുന്നത് അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കൂടാതെ OBG, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പിന്നെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ പീഡിയാട്രിക്സ്, പിന്നെ സൈക്യാട്രി, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. കാരണം ഇൻഫെക്ഷൻ കൺട്രോൾ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ എക്സാമിനും മിനിമം 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ എത്തിക്കൽ ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ രാജ്യത്തെയും നിയമങ്ങളിൽ കുറച്ചൊന്ന് വേരിയേഷൻ വ്യത്യാസമൊക്കെ ഉണ്ടാവും. സോ ലീഗൽ എത്തിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ രാജ്യങ്ങളുടെയും അറിഞ്ഞു പഠിക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു എനിക്ക് വിദേശത്ത് പോയി ജോലി സെറ്റിൽ ചെയ്യേണ്ട കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ സ്വീകരിക്കേണ്ട ഒരു വെൽ പ്ലാൻഡ് സ്റ്റഡി സ്ട്രാറ്റജി, എത്ര ടൈം കൊടുത്ത് അവർ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ബേസിക്കലി നമ്മളിപ്പം ഇപ്പൊ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് പഠിക്കുക, എക്സാം എഴുതുക, വിദേശത്ത് പോവുക, ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ടൈമൊന്നും അതിനെ വേസ്റ്റ് ചെയ്യാതെ, ടൈം സ്പെൻഡ് ചെയ്യണം, പക്ഷെ ടൈം വേസ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുക, അത് അറിഞ്ഞ് പഠിക്കുക. അതുകൂടാതെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അവർക്ക് ഈസി ആയിരിക്കും. അതായത് അവരുടെ ഒരു പെയിൻ ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് അന്ന് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. അവർക്ക് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പുറത്തേക്ക് പോകാനും ഒക്കെ കഴിയും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഒരാളുടെ കീഴിൽ പഠിക്കുക എന്നുള്ളത് ഇത്തരം എക്സാംസ് എഴുതുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എജ്യൂസ് അക്കാഡമി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്കാഡമിയാണ്. സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു MOH എക്സാംസ് അല്ലെങ്കിൽ GCC എക്സാമിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷൈൻ സാർ തന്നെയാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസും ഒക്കെ റാങ്കുകളോടുകൂടെ തന്നെ ക്രാക്ക് ചെയ്ത ഒരു സാറാണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ്ഡ് വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ കോഴ്സിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ മറ്റ് ഫീച്ചേഴ്സ് എജ്യൂസ് അക്കാഡമിയിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഒന്നും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചറിന്റെ ഒരു ഗൈഡൻസ് തന്നെയാണ്. പിന്നെ അത് കൂടാതെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയി ജോയിൻ ചെയ്താൽ മാത്രം പോരാ, കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാകണം, പഠനം ഉണ്ടാകണം. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്നത് ഡെയിലി ഒരു 2-3 അവേഴ്സ് എങ്കിലും പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് പറയും. അതായത് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയും. സോ അതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് ഫോളോ അപ്പ്, മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മെന്റേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടാകും. സോ അവർ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. സോ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് പാസ്സാകാൻ കഴിയുന്ന എക്സാമാണ്.
അപ്പോൾ ഈ ഒരു സെഷനിലോട് കൂടെ നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ഓക്കെ. സമയമായി. അപ്പോൾ ഈ ഒരു സെഷനിലോട് കൂടെ ഒരു ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് GCC എക്സാമിനെ കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇൻഫർമേഷൻസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓരോ എക്സാംസിനെ കുറിച്ച്, അതായത് MOH ആകട്ടെ DHA ആകട്ടെ, ഓരോ എക്സാംസിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.